മനയിലെ രഹസ്യം ഫൈനൽ പാർട്ട്. ആസിഫും മീരയും ജീവനും കൊണ്ട് ഓടി. എങ്ങനെയോ തടിവാതിൽ തുറക്കാൻ അവർക്ക് സാധിച്ചു. അവർ മനയുടെ പുറത്തേക്ക് ഓടി. പക്ഷേ ചുറ്റുമുള്ള കരിമ്പനക്കാട് ഇപ്പോൾ ഒരു കാവൽക്കാരനെപ്പോലെ അവരെ തടഞ്ഞു നിർത്തി. പനകളിൽ നിന്ന് വലിയ വവ്വാലുകൾ അവർക്ക് നേരെ പറന്നെടുത്തു. ദൂരെ നിന്ന് ആ യക്ഷിയുടെ അലർച്ച കേട്ടു. ഓടുന്നതിനിടയിൽ മീര ഒരു കുഴിയിൽ വീണു. ആസിഫ് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ അവളുടെ കാലിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് കണ്ടു. മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന എല്ലിൻ കഷ്ണങ്ങൾ മാത്രമുള്ള ഒരു കൈ. ആസിഫ്, എന്നെ രക്ഷിക്കൂ, മീര നിലവിളിച്ചു. പക്ഷേ അപ്പോഴേക്കും മണ്ണിൽ നിന്ന് അനേകം കൈകൾ ഉയർന്നു വന്ന അവളെ ഉള്ളിലേക്ക് വലിച്ചു. ആസിഫ് മാത്രം എങ്ങനെയോ റോഡിലെത്തി. നേരം വെളുക്കാറായിരുന്നു. ഗ്രാമവാസികൾ അവനെ കണ്ട് ഓടിക്കൂടി. അവൻ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആരും വിശ്വസിച്ചില്ല. അവർ മനയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വിനയിന്റെയോ അർജുന്റെയോ മീരയുടെയോ ഒരു അടയാളം പോലും അവിടെയില്ല. പക്ഷേ നിലവറയിലെ കരിങ്കിൽ പീഠത്തിനു മുകളിൽ പുതിയ 3 രക്തക്കറകൾ കൂടി തെളിഞ്ഞു നിന്നിരുന്നു. ഇന്നും കരിമ്പനക്കാട്ടെ ആ മനയ്ക്ക് മുന്നിലൂടെ പോകുന്നവർക്ക് 3 സുഹൃത്തുക്കളുടെ നിലവിളി കേൾക്കാമത്രേ. ആസിഫ്, ഇന്നും ഒരു മാനസികാശുപത്രിയിൽ അവർ വരുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് കഴിയുന്നു.